അധ്യായം 3. ആത്മബലിയുടെ രഹസ്യം. രേഖ ശ്വാസം മടക്കി പിടിച്ച് ഇരുട്ടിലൊളിച്ചു നിന്നു. ഭദ്രന്റെ കാൽപെരുമാറ്റം പതുക്കെ അകന്നുപോയി. അവളുടെ നെഞ്ചിടിപ്പ് ഇപ്പോഴും നിലച്ചിട്ടില്ല. ആ ഭൂതം അത് തന്നെ ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല, ഭദ്രനെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ പതുക്കെ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ജനാലയ്ക്കൽ ആ നിഴൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഭയത്തേക്കാൾ വലിയൊരു ആകാംക്ഷയോടെ രേഖ ആ ജനാലയ്ക്കൽ അടുത്തു നിന്നു. "നീ ആരാണ്?" അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ആ രൂപം ജനാലയ്ക്കൽ പറ്റിപ്പിടിച്ചു നിന്നു. അതിന്റെ മുഖമില്ലാത്ത തലയിൽ 2 ചുവന്ന വെളിച്ചങ്ങൾ കത്തുന്നു. അത് സംസാരിക്കാൻ ശ്രമിച്ചു. ആ ശബ്ദം അവളുടെ തലയ്ക്കുള്ളിൽ പ്രതിധ്വനിച്ചു. "ഞാൻ ഈ മണ്ണിലെ പഴയ കാവൽക്കാരനായിരുന്നു. ഭദ്രൻ തന്റെ മന്ത്രശക്തിയാൽ എന്നെ ബന്ധിച്ചു. 100 കണക്കിന് സ്ത്രീകളുടെ ആത്മാക്കളെ അവനെനിക്ക് ഭക്ഷണമായി നൽകി. എനിക്ക് മോചനം വേണം. അവനെ ഇല്ലാതാക്കണം." അപ്പോൾ രേഖയുടെ മനസ്സിൽ, എനിക്ക് എന്റെ ചേച്ചിയെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും. "അവനെ കൊല്ലാൻ എന്നെ സഹായിക്കുമോ?" രേഖ ചോദിച്ചു. ഭൂതം പറഞ്ഞു, "അവൻ മർത്യനല്ല. അവന്റെ ശരീരത്തിന് ചുറ്റും മന്ത്രങ്ങളുടെ ഒരു കവചമുണ്ട്. പക്ഷേ അവനൊരു ബലഹീനതയുണ്ട്. അവന്റെ ശക്തിയുടെ ഉറവിടം അവന്റെ ബ്രഹ്മചര്യമാണ്. കാലങ്ങളായി അവൻ പരിപാലിച്ചു പോരുന്ന ആ ശുദ്ധി. അത് അശുദ്ധമായാൽ അവന്റെ ശക്തികൾ ചോർന്നു പോകും. എന്നെ തളച്ചിരിക്കുന്ന മന്ത്രം ദുർബലമാകും. അന്നെനിക്ക് അവനെ കീഴ്പ്പെടുത്താം." രേഖ അന്തം വിട്ടു നിന്നു. താൻ വിചാരിക്കുന്നതിലും വലിയൊരു ചതിക്കുഴിയിലാണ് താൻ വീണിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഭദ്രന്റെ ശക്തി തകർക്കണമെങ്കിൽ അവന്റെ ശുദ്ധി നശിപ്പിക്കണം. അതിന് തന്റെ ശരീരം തന്നെ ആയുധമാക്കേണ്ടി വരുമോ? നാളെ പൗർണമിയാണ്, നിന്റെ ചേച്ചിയുടെ അവസാന രാത്രി. അതിനു മുമ്പ് അവനെ വീഴ്ത്തണം. ഭൂതം നിഴലിൽ അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ മുറ്റത്ത് തുളസിത്തറയ്ക്ക് ചുറ്റും ഭദ്രൻ മന്ത്രം ചൊല്ലി നടക്കുന്നു. അവന്റെ മുഖത്ത് പഴയതിലും കൂടുതൽ തിളക്കം. രേഖ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. "ഭദ്ര," അവൾ വിളിച്ചു. ആദ്യമായാണ് അവൾ അയാളെ പേര് വിളിക്കുന്നത്. ഭദ്രൻ മന്ത്രം നിർത്തി, തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു. "രേഖ, ഇന്ന് സാധാരണ വസ്ത്രമല്ല ധരിച്ചിരിക്കുന്നത്." അവൾ തന്റെ മുടി അഴിച്ചിട്ടിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഭയത്തിനു പകരം ഒരു വശീകരണ ഭാവം. അവൾ വരുത്തി തീർത്തു. "നീ നിയമം ലംഘിച്ചു എന്ന് ഞാൻ കരുതി. പക്ഷെ നിന്റെ ധൈര്യം എനിക്കിഷ്ടപ്പെട്ടു." ഭദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു. "ഈ മനയിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാകുന്നു. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാമോ?" രേഖ കൈകൾ ഭദ്രന്റെ തോളിൽ പതുക്കെ സ്പർശിച്ചു. ഭദ്രൻ ഒരു നിമിഷം ഞെട്ടി. ഒരു സ്ത്രീയുടെ സ്പർശനം വർഷങ്ങളായി അയാൾ അറിഞ്ഞിട്ടില്ല. അവന്റെ ഉള്ളിലെ ബ്രഹ്മചാരിയും മന്ത്രവാദിയും തമ്മിൽ ഒരു പോരാട്ടം തന്നെ നടന്നു. പക്ഷെ രേഖയുടെ നോട്ടത്തിന് മുന്നിൽ അവന്റെ ഉറച്ച മനസ്സ് പതിയെ ഉരുകാൻ തുടങ്ങി. "വൈകുന്നേരം എന്റെ മുറിയിലേക്ക് വരിക. നിനക്ക് വേണ്ടത് ഞാൻ നൽകാം," ഭദ്രൻ കാമപ്രാന്തോടെ പറഞ്ഞു. രേഖ തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വെറുപ്പ് പതഞ്ഞു പോകുകയായിരുന്നു. തന്റെ ചേച്ചിയെ രക്ഷിക്കാൻ താൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ തന്ത്രമാണെന്ന് അവൾക്കറിയാമായിരുന്നു.